ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ഫ്രാഗ്രൻസ് ആൻഡ് ബിയോണ്ട് ആജിയോ എന്ന ഡിയോഡറൻ്റ് ആണ്. ഇതും 99 റുപ്പീസിന് വാങ്ങിച്ച ഒരു ഡിയോഡറൻ്റ് തന്നെയാണ്. ഇപ്പം ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ഡിയോഡറൻ്റ് ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ പേര് ഡാപ്പർ. ഈ ഡാപ്പർ റീസെൻ്റ്ലി വാങ്ങിച്ചതാണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ പറഞ്ഞു ഇത് നെസ്റ്റോ എന്ന് വാങ്ങിയതാണ്. 99 റുപ്പീസേ പ്രൈസ് വരുന്നുള്ളൂ. ഇതിന് 399 ആണ് MRP. അപ്പോൾ ഈ 99 റുപ്പീസിന്റെ ഡിയോ എന്തിനാണ് പരിചയപ്പെടുത്തുന്നത് ചോദിച്ചാല്, ഇതൊന്നും പ്രൊമോഷൻസ് ഒന്നും അല്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും എവിടെന്നെങ്കിലും കാണുന്നു, അത് വീഡിയോ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ഞാൻ ആരുടെങ്കിലും കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമല്ല. ഞാൻ അങ്ങനെ ഇന്നേ വരെ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ചെറിയ പ്രൈസിന് പലരും ഡിയോഡറൻസ് ഒക്കെ നോക്കാറുണ്ട്. ജസ്റ്റ് ഡെയിലി യൂസിന് അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് പർപ്പസിനൊക്കെ. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എവിടേക്കെങ്കിലൊക്കെ യാത്ര പോകുമ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെർഫ്യൂം ഒക്കെ വാങ്ങിക്കാൻ മറന്നു കഴിഞ്ഞാൽ ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഏറ്റവും പ്രൈസ് കുറഞ്ഞ സാധനങ്ങൾ നോക്കും. സോ അങ്ങനെ നോക്കുന്ന സമയങ്ങളിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ് ഇത്തരം പ്രൊഡക്ട്സ്. അതല്ലാതെ എപ്പോഴും നമ്മൾ വില കൂടിയ പ്രൊഡക്ട്സ് മാത്രമേ റിവ്യൂ ചെയ്യാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ളത് മാത്രമേ വീഡിയോ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊന്നും ഒരിക്കലും എന്താ പറയാ, നമ്മൾ അങ്ങനെ ശാഠ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചിലർക്ക് ഒരു മെന്റാലിറ്റി ഉണ്ട്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂം മാത്രം വീഡിയോ ചെയ്താൽ മതി, അല്ലാത്ത പെർഫ്യൂംസ് വീഡിയോ ചെയ്യരുത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു പെർഫ്യൂമിന്റെ ലോഞ്ചിവിറ്റി അല്ല അതിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോ ചില പെർഫ്യൂംസ് നമുക്ക് നല്ല മെമ്മറീസ് നൽകുന്നതായിരിക്കും, പക്ഷെ അത് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. ചില പെർഫ്യൂംസ് വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഉള്ളതായിരിക്കും, പക്ഷെ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വ്യൂ പോയിന്റ് ആയിട്ടും ഒരു ഒപ്പീനിയൻ ആയിട്ട് നിങ്ങൾ അത് വെച്ചോളൂ, പ്രശ്നമില്ല. അതിനെ കൊണ്ടുവന്ന് ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞ പോലെ അതിനെ കൊണ്ടുവന്ന് ജനറലൈസ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് വൈ ആർ യു ഡൂയിങ് സച്ച് വീഡിയോസ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എല്ലാ ആൾക്കാരെയും കൺസിഡർ ചെയ്യണം. ഞാൻ മുമ്പ് ഈ അൽമാസിന്റെ വീഡിയോ ചെയ്തപ്പോൾ ചിലർ ചോദിച്ചു എന്തിനാണ് അൽമാസിന്റെ പെർഫ്യൂംസ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ അന്ന് പറഞ്ഞു, അൽമാസിന്റെ പെർഫ്യൂംസ് ഒരുപാട് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ചെറിയ ചെറിയ ഷോപ്പുകളിലും ചെറിയ അത്ര കച്ചവടക്കാരൊക്കെ ഇത് സെയിൽ ചെയ്യുന്നതാണ്. അത്തരം ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് അവരിത് മനസ്സിലാക്കിയത് ഇത് ഇന്നതിന്റെ ക്ലോണാണ്, ഇതിന് ഇന്ന ഫ്രാഗ്രൻസ് ആണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ, അത് വാങ്ങാൻ കഴിവുള്ളവൻ അത് വാങ്ങിക്കോട്ടെ. സോ അവിടെ വന്നിട്ട് ഈ ജാതി കമന്റുകൾ ഇട്ട് കഴിഞ്ഞാല് ഒന്നും ചെയ്യാനില്ല. ആ കമന്റ് ചെയ്തവർക്ക് റിപ്ലൈ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ആളെ ബ്ലോക്ക് ചെയ്യുന്നു, അത്രേ ഞാൻ ചെയ്യാറുള്ളൂ. അവിടെ ഞാൻ 0 ടോളറൻസ് ആണ് എന്റെ പരിപാടി. അല്ലാതെ അതിനപ്പുറത്തോട്ട് നമ്മളത് ഒഴിച്ചു വിട്ട് കഴിഞ്ഞാൽ വെറുതെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കണം അതിന്റെ താഴെ വന്നിട്ട്. സോ ആ ടോപ്പിക്ക് ഞാൻ അവിടെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിയത് എന്ന് വെച്ചാല്, ഇതിന് എനിക്ക് എന്റേതായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. അതെന്താന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് തിങ്, ഇതിന്റെ ഫ്രാഗ്രൻസ് ആണ്. ഇത് ഇപ്പോൾ ആഷോ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, ബ്ലൂ കളറാണ്. സോ ഒരു ബ്ലൂ ഫ്രാഗ്രൻസ് ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാനത് എടുത്തത്. ഞാൻ സ്നിഫ് ചെയ്ത് നോക്കിയപ്പോൾ എന്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് വന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാല്, മുമ്പൊക്കെ എനിക്ക് ഗൾഫിൽ നിന്നൊക്കെ ഫാദറോ അല്ലെങ്കിൽ എന്റെ ഫാമിലിയിൽ ആരെങ്കിലൊക്കെ വരുമ്പോ ഇപ്പോൾ വരുന്നവരൊക്കെ ചില ഈ വെറ്റ് വൈപ്സ് കൊണ്ടുവരും. ഇപ്പോഴാണ് നമ്മുടെ നാട്ടില് കുറച്ചധികം ഇത് കാണാൻ തുടങ്ങിയത്. സാധാരണ ഈ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന വെറ്റ് വൈപ്സ് അല്ലാണ്ട് ഈ സെബാമെട്ടും ഹിമാലയയിലും മീമിയിലൊന്നും കാണുന്ന ആ സാധനമല്ല. അത് ഒരു പൗഡറിന്റെ ഒരു ഫ്രാഗ്രൻസ് വരിക. അതല്ലാത്ത വെറ്റ് വൈപ്സ് ഉണ്ട് നമ്മുടെ ചില ഹോട്ടലുകളിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നിന്നോ ചില റെസ്റ്റോറന്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന വെറ്റ് വൈപ്സ്. സോ അതിൽ നല്ല ക്വാളിറ്റി ഉള്ള ചില വെറ്റ് വൈപ്സ് കിട്ടിയിരുന്ന ഫ്രാഗ്രൻസുകളുണ്ട്. അതുപോലെ തന്നെ ചില നമ്മളെ ടിഷ്യൂ പേപ്പേഴ്സ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പേഴ്സ്, സെന്റഡ് ടിഷ്യൂ പേപ്പേഴ്സ് ഉണ്ട് നമ്മൾ കാറിൽ വെക്കുന്നത്. ആ സാധനം ഇങ്ങനെ പൊട്ടിച്ചിട്ട് സ്നിഫ് ചെയ്താൽ അതിനൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് വരും. സോ അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ ആഷോ എന്ന ഈ ഡിയോഡറന്റിലുള്ളത്. സോ ഞാൻ കുറെ നാളായിട്ട് തേടി നടന്നിരുന്ന ഒരു ഫ്രാഗ്രൻസും കൂടിയാണ് ഈ സാധനം. കാരണം കാറിനുള്ളിലൊക്കെ നമ്മൾ ഈ സെന്റഡ് ടിഷ്യൂ പേപ്പേഴ്സ് വെക്കുമ്പോഴോ അതല്ലെങ്കിൽ നമുക്ക് ഈ എന്താ പറയാ സെന്റഡ് ആയിട്ടുള്ള വെറ്റ് വൈപ്സ് കിട്ടുന്ന സമയത്തൊക്കെ അതിൽ നിന്ന് വരുന്ന ഫ്രാഗ്രൻസ് ഞാൻ എപ്പോഴും കരുതാറുണ്ടായിരുന്നു, ഇത് ഈ ഒരു സാധനം ഒരു പെർഫ്യൂം ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ അടിപൊളി ആയനെ എന്നുള്ളത്. അതിന്
ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ വെറ്റ് വൈപ്സിനും എല്ലാ കാർ എന്താ പറയാ ടിഷ്യൂ പേപ്പറിനും ഈ ഒരു ഫ്രാഗ്രൻസ് അല്ല കേട്ടോ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ചില പ്രൊഡക്റ്റുകൾക്ക് ഇങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ്. അതിന്റെ കൂടെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസും അങ്ങനെയും നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. സോ അങ്ങനെയുള്ള ഫ്രാഗ്രൻസ് നോക്കുന്നവർക്ക് 99 റുപ്പീസിന് എന്തുകൊണ്ട് ഇത് കൺസിഡർ ചെയ്തുകൂടാം. സോ അതാ ഞാൻ പറഞ്ഞത്, ഒരു വീഡിയോ കാണുന്ന മുന്നേ ആദ്യമേ പോയിട്ട് അതിന്റെ ഒരു തംബ്നെയിൽ കാണുമ്പോഴേക്കും ഒന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കാണാതെ പോയിക്കോളൂ. പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ? സോ അങ്ങനെയുള്ളവര് അത് കണ്ടിന്യൂ ചെയ്ത് കണ്ടോളൂ. സോ എനിവേസ്, ഇതിന്റെ ഫ്രാഗ്രൻസ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്പണിംഗിൽ ഒരു ഫ്രഷ്നെസ് ആണ്, വളരെ ക്ലീൻ ആയിട്ടുള്ള ഫ്രഷ്നെസ്. അതിന്റെ കൂടെ തന്നെ നെരോലി ഫ്ലവറിന്റെ ഫ്രാഗ്രൻസ് ഉണ്ട്, കുറച്ച് വൈറ്റ് ഫ്ലോറൽ നോട്ട്സും വരുന്നത്, ഒരു ജാസ്മിൻ ഒക്കെ പോലത്തെ ഒരു വൈറ്റ് ഫ്ലോറൽ നോട്ട്സ് ഇതിൽ വരുന്നുണ്ട്. സോ അത് കഴിഞ്ഞാൽ പിന്നെ ഡ്രൈഡോൺക്ക് എത്തുമ്പോൾ ചെറുതായിട്ടൊരു ഒരു ഗ്രീൻ ഒരു ടച്ച്, പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു സ്മോക്കി ഗ്രീൻ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസും ഇതിൽ വരുന്നുണ്ട്. അത് നമ്മൾ ഈ പൊതുവെ വൈറ്റ് ഫ്ലോറൽ അല്ലെങ്കിൽ ഒരു മസ്കുലിൻ ആയിട്ടുള്ള പെർഫ്യൂംസ് കിട്ടുന്ന പോലത്തെ ആ ഒരു വൈബ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനി ഇത് ഏതിന്റെ ഇൻസ്പയർഡ് ആണ് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ പറയാണ്. ഇത് ഏതിന്റെങ്കിലും ഇത് ഡെഫിനറ്റ്ലി ഇൻസ്പയർഡ് ആണത്. ഇനി നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ആണോ എന്ന് അറിഞ്ഞൂടാ, കാരണം ഇത് ഡിയോ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഏതാന്നുള്ളത്. പക്ഷെ ഇത് വളരെ സിമിലർ ആയിട്ട് തോന്നുന്ന ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട്. നമ്മള് കോമൺലി കാണുന്ന ആ ഒരു എക്കോട്ടിക് വൈബിൽ വരുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ കിട്ടുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ 99 റുപ്പീസല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള പെർഫോമൻസ് തന്നെ ഉള്ളൂ. അതായത് ഇതൊരു 20 to 25 മിനിറ്റ്സ് ഒക്കെ ഇത് പ്രൊജക്ട് ചെയ്യുന്നുള്ളൂ. അത് ഡിയോഡറന്റ് ആണ്, ഡെഫിനറ്റ്ലി അത്രയും നിൽക്കുള്ളൂ. അവിടെ തന്നെ 45 മിനിറ്റ്സ് വരെ മാക്സിമം ഇതിന് ഒരു പെർഫോമൻസ് ഉണ്ട്. അതിനപ്പുറത്തോട്ടൊന്നും ഇതില്ല. ഇതാകെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത്, നമ്മളൊരു റൂമിലൊക്കെ നിന്നുകൊണ്ട് പെർഫ്യൂം അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 1 hour ഒക്കെ കഴിഞ്ഞ് വീണ്ടും ആ റൂമിലേക്ക് വരുമ്പോൾ നല്ലൊരു ഫ്രാഗ്രൻസ് ആ റൂമിനുള്ളിൽ കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മൾ ഷെൽഫിനുള്ളിൽ ഡ്രസ്സൊക്കെ അടുക്കി വെച്ചതിന്റെ ശേഷം ഈ സാധനം എടുത്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് അത് തുറക്കുമ്പോഴൊക്കെ നമ്മുടെ ഡ്രസ്സിനൊക്കെ ഈ ഒരു ഫ്രാഗ്രൻസ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെയുള്ള പർപ്പസുകൾക്കൊക്കെ പറ്റും, ട്രാവലിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് കെയർലെസ് ആയിട്ട് യൂസ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സാധനം. ചെറിയ പ്രൈസ്, വലിയ പെർഫോമൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് യൂസ് ചെയ്ത് പോകാൻ പറ്റുക. സോ അങ്ങനെയുള്ളവർ മാത്രം ട്രൈ ചെയ്ത് നോക്കിയോളൂ. അതല്ലാതെ പെർഫോമൻസ് നോക്കുന്നവരോ പിന്നെ ഭയങ്കര ഹൈ ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യുന്നവരോ ഒന്നും തന്നെ ഇത് ട്രൈ ചെയ്യേണ്ട. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടും വീഡിയോന്റെ താഴെ വന്നിട്ട് ചോദിക്കും ഇതിന് എത്രയാണ് പ്രൈസ്, പിന്നെ അങ്ങനെ ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. വേറെ കുറച്ച് ആൾക്കാർ ഇത് എന്താ പറയാ, ഇതെന്തിനാണ് വീഡിയോ ചെയ്യുന്നത്, വാട്ട്സ് ദ പർപ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെവരോട് ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട്, ആൻസേഴ്സ് ഒക്കെ. സോ ആൻസേഴ്സ് അല്ല, റിപ്ലൈസ്. ഓക്കെ, അപ്പൊ എനിവേസ് അതൊക്കെയാണ് ആജിയോർ എന്ന ഈ ഒരു ഫ്രാഗ്രൻസ് ആൻഡ് ബിയോണ്ടിന്റെ ഡിയോഡറന്റിന്റെ ഡീറ്റെയിൽസ്. വലിയ പ്രൈസിന് വാങ്ങിക്കരുത്, ജസ്റ്റ് 99 റുപ്പീസിന് കിട്ടുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. So that's all for this video. Thanks for watching.